അപ്പ് ഗൈസ് നമ്മൾ വീഡിയോസിന്റെ ലാസ്റ്റിലേക്ക് പോവാണ്. നമ്മുടെ രാജാവ് കാലം മാറി വരുന്നുണ്ട്. ഒരു ദേശത്ത് പുഞ്ചപ്പാട് തീരത്ത് സെന്റ് തോമസിൻ DBS കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷം. ജയ് ജയ് VBS. എന്താ നമ്മുടെ ചിന്താ വിഷയം? യേശു ജീവിത ശില്പി. Come on everybody. Oh God, you again? വീണ്ടും നിങ്ങളോ? My name is Eda Levin. I am studying one class. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. Romans 10:13. Whoever calls on the name of the Lord will be saved. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. പ്രസംഗം ഇഷ്ടമല്ലാത്തൊരു കൈ നോക്കൂ. കണ്ടോ, ഇപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടം. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിക്കാം. വേണ്ട ആദ്യം എന്റെ മോനെ പറഞ്ഞു വേണ്ടായേ വേണ്ട. ജനീസ് പറഞ്ഞു കേട്ട് വിശ്വസിച്ച് വീണ ചേച്ചി വരവേൽക്കാൻ 7 മണിക്ക് തന്നെ കുളിച്ച് കുട്ടപ്പനായി എത്തിയ ആദർശ് സാറിനെ കണ്ടിട്ട് കിട്ടിയതാട്ടെ എന്ന് കരുതി 5 സാൻഡ്വിച്ച് പൊതിഞ്ഞ് വീട്ടിലേക്ക് നിരാശനായി മടങ്ങി. പോകുന്ന വഴി ജനീസിനെ മനസ്സറിഞ്ഞ് സ്മരിച്ച് സമാധാനം നൽകി. അത് തന്നോട് ഈ ചതി വേണ്ടായിരുന്നെന്ന് അച്ഛനോട് അറിയിച്ചപ്പോൾ വിരുമ്പുകയായിരുന്നു കേട്ടു. സാംസണിനെ കാണുവാനില്ല ആശങ്കയിൽ അധ്യാപകർ. DBS രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടും സാംസൺ രജിസ്റ്റർ ചെയ്യാത്തത് ഏറെ ആശങ്കയുണ്ട്. 8 വട്ടം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സാംസൺ ചെയ്യാത്തതിനാൽ സാംസൺ നാട് വിട്ടുപോയി എന്ന വാർത്ത നാടാകെ പരക്കാൻ കാരണം. ഒടുവിൽ ആശങ്കയ്ക്ക് വിരാമമിട്ട് സാംസൺ പള്ളിമുറ്റത്തെത്തി. ഇനി മുതൽ താൻ സാംസൺ അല്ല ആശിഷാണ് എന്ന് അധികൃതരെ അറിയിച്ചു. തട്ടിപ്പിടുത്തങ്ങൾക്ക് നേരെ ഹെഡ്മിസ്ട്രസിന്റെ കൂരപ്പെട്ടു. ആൺകുട്ടിയുടെ ഇടയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ച് വിനോദ ചെല്ലി വിളിച്ചു.
അവരുടെ ഈ സത്യം എങ്ങനെ തെളിയിക്കും? അർജുൻ അവരുടെ ബന്ധത്തിൽ ഇല്ലല്ലോ, കാത്തിരിക്കും. സ്നാക്സ് വെജിറ്റേറിയൻ ആയതിനാൽ പ്രതിഷേധം. എല്ലാ ദിവസവും ചിക്കൻ പപ്സും സാൻഡ്വിച്ചും ബർഗറും സ്വപ്നം കണ്ടുവന്ന വെജിറ്റേറിയൻ സ്നാക്സ് കണ്ട് മനമടുത്ത് സിജുവിന്റെ നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സ് കൂട്ടം. PBS ന്യൂസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച സാനിയ ഒപ്പം കൂടി. സിജു സാനിയും കഴിഞ്ഞ കാലങ്ങളിൽ ചിക്കൻ പപ്സിന്റെ രുചി ഓർത്തെടുത്തു. എവിടെയെങ്കിലും ഇറച്ചിച്ചാറിന് മണമെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞ് സ്നേഹവിരുന്നിൽ പരക്കം പാലിക്കുകയായിരുന്നു സിജു, സാനിയും മറ്റ് വോളണ്ടിയേഴ്സും. ഇതോടുകൂടി ഈ കൊല്ലത്തെ VBS ന്യൂസ് അവസാനിക്കും. ഇനി ഇതുപോലെ അടിപൊളി വാർത്തകളുമായി അടുത്ത VBS കാണാം. നന്ദി, നമസ്കാരം.